ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു അപ്പാണ്. നമ്മൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറെ കറിയില്ലെങ്കിൽ പോലും നമ്മൾക്കിത് കഴിക്കാനും പറ്റും. ചെറിയൊരു മധുരവും ഏലക്കായുടെ നല്ല ഫ്ലേവറും അതേസമയം നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു അപ്പം കൂടിയാണിത്. കുറച്ച് തേങ്ങാപ്പാലിൽ പഞ്ചസാരയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റ്. കറിയുടെ കൂടെ കഴിക്കാൻ അത്രയും ടേസ്റ്റ് കാണത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറി ഇല്ലാതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ ഇത് 3-4 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പാലപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് തേങ്ങ ചിലവിതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആദ്യമേ തന്നെ 3/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുവെള്ളം മതി. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഈസ്റ്റ് ശരിക്കും പൊങ്ങി വരത്തില്ല. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ നമ്മൾക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിതിവിടെ നല്ലപോലെ അരച്ച് വന്നിട്ടുണ്ട്. തേങ്ങയെല്ലാം നല്ലപോലെ അരഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതാണ്. അതുകൊണ്ടാണ് ഞാനിത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ടത് മുട്ടയാണ്. 1 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇപ്പം മാവ് കുറച്ചും കൂടെ ഒന്ന് ലൂസാകും. നമ്മൾക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായ പാകത്തിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പം നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. ഇത് കുറച്ചധികം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഉണ്ണിയപ്പ ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്ക് ഉണ്ണിയപ്പ ചട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇരുമ്പിൻ്റെയൊക്കെ ഉണ്ണിയപ്പ ചട്ടിയാണെങ്കിൽ അതിനകത്ത് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക. നല്ലെണ്ണ വേണം യൂസ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് ഇതേപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പ ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിൻ്റെ നടുവിൽ എപ്പോഴും ചൂട് കൂടുതലായിരിക്കും. അതുകൊണ്ട് നടുഭാഗത്ത് നമ്മൾ ലാസ്റ്റ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ലോ ഫ്ലെയിം അല്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ ഒരു അളവ് മാവ് വെച്ചിട്ട് നമ്മൾക്ക് 2-3 ട്രിപ്പായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. ഉണ്ണിയപ്പ ചട്ടിയുടെ വലുപ്പം അനുസരിച്ച് ചിലപ്പം ചെറിയൊരു ചേഞ്ചസ് വരും. നമ്മളിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ നല്ലപോലെ കുമിളകൾ വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ തീ നല്ലപോലെ കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് വീണ്ടും 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുക. അതോടെ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾക്കൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ടാൽ മാത്രം മതി. ഇപ്പം ഞാനിവിടെ തുറക്കാൻ പോവാണ്. തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ വെന്ത് കഴിഞ്ഞു. കറക്റ്റ് പാകമായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് മറിച്ചിട്ടതിന് ശേഷം 1 മിനിറ്റ് മാത്രം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അതോടെ നമ്മളുടെ അപ്പം റെഡിയായി കഴിഞ്ഞു. നമ്മളിത് അടച്ചു വെക്കുമ്പോൾ തന്നെ അറിയാം അപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും തീരെ വെച്ചിട്ടില്ല. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണിത് ഇത്ര പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നിട്ടുള്ളത്. നമ്മൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കറിയുടെ ഒന്നും ആവശ്യമില്ല. തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ട് അത് കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ വീണ്ടും 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളുടെ അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇതിനകത്തുനിന്ന് ഒരെണ്ണം ഞാൻ എടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പം കൂടിയാണിത്. 1 കപ്പ് അരിപ്പൊടി വെച്ച് ഇത്രയും വലുപ്പത്തിലുള്ള ഏകദേശം 32 അപ്പമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അരിപ്പൊടിയും കൂടെ കൂട്ടിയെടുക്കുക. മുട്ട 2 എണ്ണം എടുക്കാം. തേങ്ങ ചിരവിയത് 1/2 കപ്പ് എടുക്കാം. അതേപോലെ തന്നെ ഈസ്റ്റ് 1/2 ടീസ്പൂൺ, പഞ്ചസാര 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഉപ്പ് 1/2 ടീസ്പൂണും ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്